ഹായ് ഓൾ, ഞാൻ പ്രകാശ് പ്രപ്പോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാ CUET ആസ്പിറൻസിൻ്റെയും ഒരു വലിയ കാത്തിരിപ്പിനൊരു തീരുമാനം ഉണ്ടാകും. മറ്റൊന്നുമല്ല, CUET 2022 ഡേറ്റ്സ് ഓൾമോസ്റ്റ് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റുഡൻസ് എല്ലാവരും ഇമ്പ്രൂവ്മെൻറ്റും ബോർഡ് എക്സാമും ഒക്കെ ആയിട്ട് ബിസിയാണെന്ന് അറിയാം. എന്നാൽ പോലും ഇത് അറിയേണ്ട ഒരു ഇൻഫർമേഷനാണ്. നിങ്ങൾ എത്രത്തോളം ബിസി ആണെങ്കിലും CUETക്ക് വേണ്ടി ടൈം മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ CUET ക്ലിയർ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടൈം വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് ജൂൺ ജൂലൈ ആണ്. അതായത് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ജൂൺ ജൂലൈയിലേക്കാണ്. ജൂൺ ജൂലൈയിലായിട്ട് എക്സാം നടത്തും എന്നുള്ളതാണ് ഇപ്പം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ജൂൺ ജൂലൈ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് 4-4.5 മാസം കിട്ടും ഇന്ന് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ. അല്ലാതെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1-1.5 മാസത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ തീരും. കാരണം മാർച്ച് തീരോ ബോർഡ് എക്സാം ഏപ്രിലിലേക്ക് നീളോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ ഡെഫിനറ്റായിട്ട് അറിയാവുന്ന കാര്യം എന്താണ്, ജൂൺ ജൂലൈയിൽ CUET നടക്കും. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് തുടങ്ങാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ CUET 2022 ഒരു ഓൾ ഇന്ത്യ എക്സാമാണ്. പോരാത്തതിന് ഇന്ത്യയിലെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ CUET ത്രൂ ആണ്. സോ അതിന് പ്രിപ്പറേഷൻ ബോർഡ് എക്സാം കഴിഞ്ഞാക്കുന്നതിന് പകരം ഇന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പേ കഴിയും. നിങ്ങൾക്ക് നല്ല രീതിയിൽ CUETയിൽ പെർഫോം ചെയ്യാനും പറ്റും. ഇനി പറയാനുള്ള CUETയെ പറ്റിയുള്ള എല്ലാവിധ കാര്യങ്ങളും, എക്സാം പാറ്റേൺ ആയിക്കോട്ടെ, സിലബസ് ആയിക്കോട്ടെ, എന്നാണ് ഡേറ്റ്സ് വരുന്നത്, ഇങ്ങനെ സകലവിധ ഇൻഫോയും പ്രെപ്വൈസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഓരോ ന്യൂസും വരുന്നതനുസരിച്ച് പ്രോംപ്റ്റായിട്ട് തന്നെ എല്ലാവിധ അപ്ഡേറ്റ്സും പല വീഡിയോസായിട്ട് ഈ ചാനലിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് പെട്ടെന്ന് CUET 2022 ഡീറ്റെയിൽസിലേക്ക് പോകാം. ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ന്യൂസിൽ വന്നിട്ടുള്ള CUET 2022 ജൂൺ ജൂലൈയിൽ നടത്തുന്നത് 42 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ സംബന്ധിച്ചാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടില്ല, ന്യൂസുകളായിട്ടാണ് പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ന്യൂസുകൾ എന്ന് പറയുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യ ടുഡേ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂസുകളാണ്. സോ ഓതൻറ്റിക് തന്നെ ആയിരിക്കണം. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CUET 2022 പറ്റിയുള്ള മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി 2nd വീക്ക്, അതായത് ഒരു ഫെബ്രുവരി 15 ഇനിയിപ്പോൾ പോട്ടെ എത്രയൊക്കെ വൈകിയാലും ഈ മാസത്തിനുള്ളിൽ വരും എന്നുള്ള കാര്യമാണ് ഈ ന്യൂസുകളിലൊക്കെ അവർ പറയുന്നത്. സോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നോട്ടിഫിക്കേഷൻ വിടുന്നതിനോടൊപ്പം തന്നെ NTA അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ എല്ലാവിധ ചാൻസസും ഉണ്ട്, അതവർ പറയുന്നുമുണ്ട്. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ അഡ്മിഷൻ പ്രോസസ്സ്, അതുപോലെ എക്സാം ഡേറ്റ്സ്, സിലബസ് എന്താണ്, പാറ്റേൺ എന്താണ്, ഈ വക എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ പുറത്തു വരും. ഇത് പുതിയൊരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതായത് നടത്തുന്നത് ഇത്രയും അധികം യൂണിവേഴ്സിറ്റീസ് വലിയൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, പാറ്റേൺ എങ്ങനെയാണ്, ഇതിൻ്റെ സിലബസ് എന്താണെന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടാവും. അതെല്ലാം പല വീഡിയോസായിട്ട് അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് നമ്മളിവിടെ വ്യക്തമാക്കുന്നതായിരിക്കും. ഇപ്പം കിട്ടിയിട്ടുള്ള ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലബസിനെ പറ്റിയുള്ള ഒരു ന്യൂസിൽ വന്നിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും എന്തായാലും CUET 2022. അതായത് ഔട്ട് ഓഫ് സിലബസ് അധികം ഒന്നും ചോദിക്കാൻ സാധ്യതയുള്ള, കാരണം ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ അവർ കൺസിഡർ ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിന് അധികം ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ +1 +2 ബേസിസിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ തീരുമാനമായിട്ടുള്ളത്. ഇതൊക്കെ ന്യൂസിൽ വരുന്നതാണ്. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കും. പിന്നെ പറയാനുള്ളത് എക്സാം പാറ്റേണിനെ പറ്റിയാണ്. 3 മണിക്കൂർ എക്സാം എന്നാണ് ന്യൂസ് പറഞ്ഞിട്ടുള്ളത്. 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ അതിൽ കോമൺ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള പേപ്പറും 2 മണിക്കൂർ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റിന് വേണ്ടിയായിരിക്കും. ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എന്ന് പറയുമ്പം ഒരു സബ്ജക്റ്റിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പം എത്ര സബ്ജക്റ്റ് സെലക്ട് ചെയ്യാന്നുള്ളതും അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല, വരുന്ന അനുസരിച്ച് അറിയിക്കാന്നേ ഉള്ളൂ. ഒരു സബ്ജക്റ്റിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു 2-3 സബ്ജക്ട്സ് എന്തായാലും ഓപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. 3 സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വരിക എങ്ങനെയാണ്, 2 hours 90 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് അവർ അവാർഡ് ചെയ്യുന്നത്. അതായത് ഒരു ശരി ഉത്തരമായി കഴിഞ്ഞാൽ, റൈറ്റ് ആൻസർ 4 മാർക്കാണ്, നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ 1/4, അതായത് 1 മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കിട്ടിയ മാർക്കിൽ നിന്ന് കുറയും. സോ ഇതൊക്കെയാണ് സിലബസും എക്സാം പാറ്റേണും ഒക്കെ സംബന്ധിച്ച് വന്നിട്ടുള്ള ന്യൂസുകളിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റിയത്. ഇനി വരും ന്യൂസുകളിൽ നമുക്ക് അറിയാം എന്തൊക്കെ വരും എന്നുള്ളത്. ആ വരുന്ന ന്യൂസുകളെല്ലാം തന്നെ അന്നേരം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞു, CUET 2022 ഇതിനു മുമ്പ് നടത്തിയ എക്സാംസ് പോലെ ഒന്നുമല്ല. നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്നത് ഒരുപാടാണ്. അതായത് നിങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഇതിൻ്റെ. നിങ്ങൾക്ക് നല്ലൊരു കോളേജിലേക്കുള്ള, നിങ്ങളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു എക്സാമിനെയാണ്. ഇതൊരു ഓൾ ഇന്ത്യ എക്സാമാണ്. സോ അതിൻ്റെ സീരിയസ്നെസ്സിൽ ഇതിനെ എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻ അത്രയും സീരിയസ് ആവേണ്ടതുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ആ ഭാഗത്തോടെ പോലും നമ്മൾ പോയിട്ടുണ്ടാവില്ല. സോ അതൊക്കെ ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളതാണ് CUET 2022 ക്രാക്ക് ചെയ്യുന്നതിലെ കീ.
ഇതിന് നിങ്ങളെ സഹായിക്കുന്ന, അത് നിങ്ങളുടെ ബോർഡ് എക്സാംസിനെ ഒന്നും ബാധിക്കാതെ CUCET ക്ലിയർ ചെയ്യാൻ എല്ലാവിധ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Prepwise. CUCET 2022 പ്രധാനപ്പെട്ട ഏരിയാസ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഈ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സും ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഇതെല്ലാം നിങ്ങളെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ച് CUCET ക്ലിയർ ആക്കുക, CUCET 2022 ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് Prepwise ഉദ്ദേശിക്കുന്നത്. Prepwiseൻ്റെ കോഴ്സുകൾ ഈ രീതിക്കാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതായത് CUCET ക്ലിയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും, കുഴപ്പമില്ലാതെ +1 +2 ബോർഡ് എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. Prepwiseൻ്റെ CUCET കോച്ചിങ്ങിൽ സ്പെസിഫിക് ക്ലാസ്സസ് ഉണ്ടാവും, സബ്ജക്ട്സിനായിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അതേ സബ്ജക്ട്സിനായിട്ട്. ഇതല്ലാതെ അവർക്ക് പല ഷോർട്ട് നോട്ട്സും എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ഗൈഡൻസ്, അതുപോലെ തന്നെ അഡ്മിഷൻ അസിസ്റ്റൻസ്. നിങ്ങളിപ്പം CUCET ക്ലിയർ ചെയ്തു, കോളേജിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പം നിങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങൾ വേണോ അതെല്ലാം ചെയ്തു കൊടുക്കും Prepwise. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് കരുതുക, CUCET ആയിക്കോട്ടെ, ഇന്ത്യയിലെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പലവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ അലുമിനൈസിൻ്റെ ഒരു ടീം തന്നെ Prepwiseനുണ്ട്. സോ എവിടെ പോകണം, എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നും നിങ്ങൾ ഒരുപാട് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ടത് പ്രിപ്പറേഷനെ പറ്റി മാത്രമാണ്. Prepwiseൻ്റെ എല്ലാ ക്ലാസ്സുകളും ആപ്പ് ത്രൂ ആണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം ലഭ്യമാണ്. ഇനിയിപ്പോൾ Prepwiseനെ പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാവിധ ഡൗട്ട്സും അവർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ CUCET 2022 പറ്റിയുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും നമ്മളിവിടെ വീഡിയോസായിട്ട് ഇറങ്ങുന്നതായിരിക്കും. അറിയേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. Prepwiseൻ്റെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വൈകാതെ വരും. അതുവരേക്കും പീസ് ഔട്ട്.